സബീഷ് കുരുതിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 44. കണ്ണട. ഒരൊറ്റ ഫ്രെയിമിൽ തീർത്ത നിഴലിനെ പുണർന്നപ്പോഴാണ് കാഴ്ചകൾ വികൃതങ്ങളായ മനസ്സിലേക്ക് പതിച്ചത്. അഴ. എത്ര അഴുക്കുകളെ അലക്കിയെടുത്താണ് ഇത്രയേറെ നോവുകളെ പുഞ്ചിരികളാക്കി മാറ്റുന്നത്. അഴുക്ക്. എത്ര ഹൃദയം നീട്ടി പിടിച്ചാണ് ശുദ്ധമാക്കേണ്ട വാക്കുകളെ നീന്തി പിടിച്ചെടുത്തത്. അല. ഇത്രയധികം ആഴത്തിൽ നീന്തി തുടിച്ചിട്ടും എപ്പോഴാണ് മണ്ടൂകമായി കിണറ്റിലെ ഒറ്റത്തവളകൾ മാറ്റപ്പെട്ടത്. അഭിമാനം. വ്രണപ്പെട്ട് കതിർക്കുല പോലെ അടർത്തി മാറ്റിയപ്പോഴാണ് നാണവും മാനവും മറന്ന് വാക്കുകളിൽ കരിപുരണ്ട് അധംകൃതമായി തീർന്നത്. അലമാര. സൂക്ഷിച്ചു വയ്ക്കാനൊരു അറ വേണമായിരുന്നു. അവിടെയാണ് സത്യവും സദ്യയും ഉണ്ടെന്നെണീറ്റത്. ബാറ്ററി. എത്ര ഉറങ്ങിയിട്ടും ഒരിറ്റു സ്നേഹത്തിനായി കാത്തിരുന്ന് ഹൃദയത്തിൽ നിന്ന് അടർത്തി മാറ്റിയത് എപ്പോഴാണ്. ഊർജം. രക്തമേറെയായിരുന്നു. അപ്പോഴാണ് ശക്തി ദൗർബല്യങ്ങൾ തമ്മിൽ പോരടിച്ച് ഒന്നുമല്ലാതായി തീർന്നത്. ഗ്രാഫ്. എത്ര ഉയർച്ച താഴ്ചകളെ തൂക്കിയിട്ടാണ് തുലാസ് ഹൃദയം പൊട്ടി മരിച്ചത്. അപ്പോഴാണ് വിങ്ങിപ്പൊട്ടിയ ഉറി മൗനത്തിൻ്റെ വിലയെടുത്ത് ദൂരെ കളഞ്ഞത്. ആയുസ്. കാഴ്ചക്കാരായിപ്പോയതല്ല, കണ്ണിനൊരു ദീർഘവീക്ഷണം നഷ്ടപ്പെട്ടപ്പോഴാണ് നിഴൽ സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞത്. ക്ഷയം. എത്ര കുതിരകളെ പൂട്ടിയ തേരിലാണ് യുദ്ധത്തിനിറങ്ങിയത്. അവിടെയാണ് ഒരു കണക്കുമില്ലാതെ ജന്മങ്ങളൊന്നായി പൊഴിഞ്ഞു വീണത്. താഴ്. ഉള്ളിൽ നിറയെ നോവ് നിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കടൽ തീരത്ത് കടൽ ഓടിപ്പാഞ്ഞെത്തിയത്. അകം. നിറയെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. തുളുമ്പിയത് നിറകുടമായിരുന്നു. അതുകൊണ്ടാണ് കരഞ്ഞു തളർന്ന് ചിരിക്കാതെ പോയത്. പൂമുട്ട്. നിലാവിനെ ആവാഹിച്ച് സൂര്യദാഹങ്ങളെ ഉൾക്കൊണ്ടപ്പോഴാണ് ഇരുൾ ഹൃദയത്തിൽ കൂടുകൂട്ടി വെളിച്ചത്തിലേക്ക് സഞ്ചാരം തുടങ്ങിയത്. ആവേശം. അലയടികളായിരുന്നു ഹൃദയം നിറയെ. നിറഞ്ഞു തുളുമ്പാതെ തിരയിളക്കത്തിനൊപ്പം അലയടികളിൽ നൃത്തം ചെയ്തപ്പോഴാണ് വിജയിയായത്. നൃത്തം. ആദ്യം അലർച്ചകളായിരുന്നു, പിന്നെ നേർത്ത് ദ്രുതതാളത്തിൽ സമന്വയിച്ചത്. ആണി. ആവോളം രസാവഹമായിരുന്നു. അവസാനത്തിൽ ആരംഭിച്ച് ആദ്യപാദത്തിൽ അവസാനിക്കുന്ന മായാജാലങ്ങളായി തീർന്നു പോകുന്നത്. ആവാഹനം. ആഗോളതയായിരുന്നു ആദ്യം, പിന്നെ അഖില ലോകങ്ങളും മനസ്സിൽ സൃഷ്ടിച്ചപ്പോഴാണ് വിമുഖതകൾ ആകുലതകളെ സ്വപ്നം കാണാൻ തുടങ്ങിയത്. ആലംബം. തുടക്കത്തിൽ വേദനയായിരുന്നു. കണ്ണീരിൽ കുതിർന്ന നോവുകൾ പിറന്നപ്പോഴാണ് കൺതടങ്ങൾ മരുഭൂമിയായി മാറിയത്. ആലേഖനം. അവരോധിക്കപ്പെട്ടതായിരുന്നു. ആദ്യം മുഖമുദ്രകളായി രൂപപ്പെട്ടത്, പിന്നെ അപരാധികളായി തീർന്നതാണ് തോൽവിയിൽ ആദ്യമുണ്ടായത്. ആഭരണം. അണിയാനായിരുന്നില്ല. ആമുഖങ്ങളെ ആവേശമായി വളർന്ന് അനന്തതയിൽ ലയിച്ചപ്പോഴാണ് അങ്കനമാരായത്. ആവരണം. മുഖം മറയ്ക്കാനായിരുന്നില്ല കണ്ണീരിന് ചേർത്ത് വച്ചത്. ഹൃദയത്തെ തൊട്ട് ജീവനിലേക്ക് സ്പർശിക്കാനായിരുന്നു വിരലുകൾ തമ്മിൽ പുണർന്നുപോയത്. ചന്ദനം. മണം കൊണ്ടായിരുന്നില്ല ഹൃദയത്തെ ചേക്കേറിയത്. നേർത്ത കമ്പികൾ കോർത്ത തമ്പുരുവിലാണ് രാഗങ്ങൾ ജീവനോപാധികളായി പിറന്നത്. ചെപ്പ്. തുറന്നപ്പോൾ ആദ്യം കണ്ടത് മുഖം വീർത്ത നീരാവികളെയാണ്, പിന്നെ തീരാനോവുകൾ കനലുകൾ സൃഷ്ടിക്കപ്പെട്ടത്. കതിന. കരി നിറച്ച മുഖമായിരുന്നു മനസ്സിൽ ആദ്യം പതിച്ചത്. കണ്ണുകൾ ഓരോന്നായി പിഴുതെടുത്ത് നോട്ടങ്ങളിൽ എഴുതപ്പെട്ടപ്പോഴാണ് വീക്ഷണങ്ങൾ പിറന്നത്. ഉത്സവം. ആഘോഷങ്ങളായിരുന്നു ആദ്യം ഉടൽ നിറച്ചപ്പോൾ. മനസ്സിനോടടുത്തപ്പോൾ തിരകളൊന്നായി അഴിഞ്ഞ് തിരമാലകളിൽ അഭയം പ്രാപിച്ചത്. തീർത്ഥം. മനസ്സൊന്ന് കുളിർപ്പിച്ച് വ്യതകളിൽ നിന്നകന്ന് വ്യതിതമോഹങ്ങളിൽ സമർപ്പിച്ചത്. പുണ്യാഹം. തളിർത്തത് മോഹങ്ങളായിരുന്നില്ല, വാടിത്തളരേണ്ട ദാഹങ്ങളെ ശൈത്യത്തിലുണർത്തി മനസ്സാകെ പുതച്ചത്.